ഈ നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രത്തിന് തറക്കല്ലിടാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നതിലും എന്റെ അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാം മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു കലാകാരനാണ് കലാഭവൻ മണി. അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നാടുകൾ വേണ്ടി പ്രണാമം അർപ്പിക്കുകയാണ്. മണി, കലാഭവൻ മണി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ചിരി, അദ്ദേഹത്തിന്റെ ആർദ്രമായ പാട്ടുകളും അദ്ദേഹത്തിന്റെ തീവ്രമായ അഭിനയ മികവുമാണ് നമ്മളെല്ലാം മനസ്സിലോടിയത്. മലയാള സിനിമയിലും നാടൻ കലാ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയായിരുന്നു കലാഭവൻ. ആരംഭിക്കാൻ അതിനെ തുറന്നു കുറിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയുള്ള നന്ദി, സ്നേഹവും ഞാൻ ഈ അവസരം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ദിവസമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ സാന്നിധ്യങ്ങളും നമ്മളൊപ്പം ഉണ്ട്. ഭൗതിക ശരീരം മാത്രമാണ് നമ്മളെ വേർപിരിഞ്ഞ് നിൽക്കുന്നതെന്നാണ് നമുക്ക് എല്ലാവർക്കും, ചാലക്കുടിക്കാർക്കൊക്കെ തോന്നിയിട്ടുള്ളത്. ഇത് ഇവിടെ ഒരു വലിയൊരു സ്മാരകം. ഇപ്പൊ നമുക്കറിയാം ചേട്ടന്റെ സ്മാരകങ്ങളൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു സ്മാരകമായിട്ടാണ് ഈ ഓട്ടോ സ്റ്റാൻഡിനെ ചേർത്ത് വയ്ക്കുന്നത് ഞങ്ങള്. കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഓട്ടോ ഫീൽഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാലക്കുടിയിലെ ഓട്ടോ തൊഴിലാളികളെല്ലാം ചേർന്ന് ഇങ്ങനെ ഒരു നാമധേയം ഇവിടെ ഉണ്ടാക്കി വെക്കാനും ആ ഒരു പേരിൽ വർഷാവർഷം ഇങ്ങനെയൊരു ചടങ്ങ്, ലളിതമായ ചടങ്ങാണെങ്കിലും ഉച്ചഭക്ഷണം ഒക്കെ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. അത് തുടർച്ചയായിട്ട് പോവുകയാണ്. കാരണം അവര് അധ്വാനിച്ച് കിട്ടുന്ന പൈസയിൽ നിന്ന് മാറ്റിവെച്ചിട്ടാണ് ഇത് ഇത്രയും വലിയൊരു പരിപാടി അവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും മണിച്ചേട്ടന്റെ മനസ്സ് ഏറെ ചേർന്ന് നിൽക്കുന്നത് ഈ ഒരു അനുസ്മരണ ചടങ്ങോടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്ന ചാലക്കുടിയിലെ നല്ലവരായ ഓട്ടോ ഡ്രൈവേഴ്സ് തൊഴിലാളികളോടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും കലാഭവൻ മണിയുടെ കുടുംബാംഗം എന്നുള്ള രീതിയിലുള്ള നന്ദി അറിയിക്കുകയാണ്.